ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റക്കായി നിന്ന ചില കാര്യങ്ങൾ വളരെ സ്പീഡിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ എന്ത് കാര്യമാണോ സ്റ്റക്കായിരുന്നത് അത് ഈ ഒരു സമയം വളരെ സ്പീഡിൽ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സക്സസ് ആണ്. പ്രത്യേകിച്ചും ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായിരുന്നുവെങ്കിൽ ആ ഒരു സ്റ്റക്നെസ്സൊക്കെ മാറി നിങ്ങളിലേക്ക് വീണ്ടും പൈസ വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഫിനാൻസിൻ്റെ കാര്യത്തിൽ വളരെ ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. വളരെ ഭാഗ്യമാണ്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ട്രാപ്പിൽ പെട്ടുപോയ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുപോയിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനുള്ളൊരു ഗൈഡൻസ് ചിലപ്പോൾ കിട്ടുന്നതാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഒരുക്കുന്നതാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കോൺഫിഡൻസോടു കൂടി പോകേണ്ട ഒരു സമയമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ ഒരു സമയം. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതും എന്നാണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾ ട്രാപ്പിൽ പെട്ടുപോയത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറേ പ്രയത്നിച്ചിട്ടുണ്ടായിരിക്കാം. ഇതിപ്പോൾ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതാകാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ലായിരിക്കാം. എന്നാൽ ഈ സമയം നിങ്ങളത് തിരിച്ചറിഞ്ഞ് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിരിക്കാം. അതായത് നിങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും നിങ്ങൾക്ക് അത് മറികടക്കുവാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ഈ സമയം വരുന്നെന്ന് കൂടി കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് ഇവിടെ തരുന്നതാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇത് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയം നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാണ്. അപ്പോൾ നമ്മളെ നിയന്ത്രിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരാം. പക്ഷേ നിങ്ങളത് നിയന്ത്രിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയാനോ ചെയ്യാനോ ഒരു തോന്നൽ ഈ സമയം നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു കർമ്മം ചെയ്തിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു വെയിറ്റിംഗ് പീരീഡ് ആണെന്ന് മനസ്സിലാക്കുക. 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ച് വെയിറ്റ് ചെയ്തിരിക്കാനാണ് നിങ്ങളോട് ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് കാമായിട്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒന്നിനെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. വരുന്നത് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും ഈ ഒരു സമയം നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു എൻഡിങ് ആണ് കാണുന്നത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഡെത്ത് എന്ന് പറയുന്നത് ഒരു എൻഡിങ്ങും ഒരു പുതിയ തുടക്കവുമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ലൈഫ് സർക്കിൾ എൻഡായി ഒരു പുതിയ തുടക്കം, ഒരു റീബർത്ത് പോലെ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും വയ്ക്കുക. അതുപോലെ തന്നെ എന്തു വന്നാലും നിങ്ങൾ ഓവറായിട്ട് സംസാരിക്കാതിരിക്കുക എന്നുകൂടിയുണ്ട്. നിങ്ങൾ ക്ഷമയോടെ സംസാരിക്കുക ഈ ഒരു സമയം. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൺസും ക്യൂൻ ഓഫ് വാൺസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളൊക്കെ മാറി നിങ്ങളുടെ കഷ്ടപ്പാടിനൊക്കെ ഫലം കിട്ടി നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഇവിടെ മൂല്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ആളായി കഴിഞ്ഞു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. പാസ്റ്റിലെ പാറ്റേൺ എല്ലാം ബ്രേക്ക് ചെയ്ത് നിങ്ങളൊരു പുതിയ ആളായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. അത് ഇമോഷണൽ ആയാലും ശരി, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ശരി, എല്ലാം വളരെ വിവേകപൂർണമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് മാത്രമല്ല, അതുപോലെ തന്നെ ആക്ഷനും നിങ്ങൾ എടുക്കുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നിങ്ങൾ ചെയ്യും. വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യും എന്നാണ്. അതുപോലെ നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടാതിരിക്കുകയും ഒക്കെ ഈ ഒരു സമയം ചെയ്യും. അതായത് നിങ്ങളൊരു ബൗണ്ടറി ഇവിടെ സെറ്റ് ചെയ്ത് ഇരിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ദേഷ്യമായാലും മറ്റൊരാളോടുള്ള അറ്റാച്ച്മെൻ്റ് ആയാലും അതെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്ത് വയ്ക്കും. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളായി മാറുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. അതുപോലെ ഇനി നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റുള്ളവരെ കൂടുതലും നിങ്ങൾ ആശ്രയിച്ചിരുന്നു എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ മറ്റുള്ളവർ ആകർഷിക്കും തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പല കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഇവിടെ വന്നെത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതിൽ ഈ സമയം നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഫീലിങ്സ് ആയിട്ട് നിങ്ങൾ കാണാതിരിക്കുക. ഈ സമയം
നിങ്ങളിൽ വരുന്ന തോന്നലുകളെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് വളരെ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ളൊരു ആളാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക. എപ്പോഴും അത് നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തോ ഒരു മൂമെൻറ്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ആ ഒരു കാര്യം ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോകണം, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ അതൊരു ഗൈഡൻസ് ആണ്. അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കുക. ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് നേരിട്ട് കണക്റ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെയും അടുത്ത് പോകേണ്ടതില്ല എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയോ ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ഒരു വിവാഹമോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ നിങ്ങൾ അനൗൺസ് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട്സുമൊത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയോ നിങ്ങൾ പുറത്തു പോയി എൻജോയ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമാണ് അത്. നമുക്ക് കിട്ടുന്ന ഓരോ നന്മകൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നന്ദി പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മളിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ട് തന്നുകൊണ്ടേയിരിക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം പുറത്തൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമൊക്കെ ഇരിക്കാൻ സാധിക്കും. പല ആൾക്കാർക്കും അങ്ങനെയാണ്. ചില ആൾക്കാർക്ക് സെപ്പറേഷനൊക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്കിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ ന്യൂലി മാരീഡ് ആകുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ കുറേ നാൾക്ക് ശേഷം ഫാമിലിയിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടായി എന്നൊക്കെ തോന്നുന്ന തരത്തിൽ ഒരു സന്തോഷം ഈ സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ പൂർവികരുടെ ആ ഒരു അനുഗ്രഹം ഈ ഒരു സമയം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല കർമ്മമൊക്കെ ചെയ്തു വെച്ച പൂർവികർ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ശരിക്കും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരിക്കണം. അപ്പോൾ അവർ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു എന്നാണ്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വലിയൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു വൃക്ഷം നിങ്ങളെ അത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു എനർജി, അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആൽമരത്തിൻ്റെയൊക്കെ ചുവട്ടിലിരിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഭയങ്കര പോസിറ്റീവ് എനർജി നിങ്ങളിൽ ഉണ്ടാകും എന്നാണ്. അപ്പോൾ ആല് പോലുള്ള മരങ്ങളുടെ കീഴിൽ നിങ്ങൾ ഈ ഒരു സമയം ഇരിക്കുന്നത്, നിങ്ങൾ അങ്ങനെ കുറച്ച് സമയമെങ്കിലും ഇരിക്കണം എന്നാണ്. നിങ്ങളുടെ നെഗറ്റീവ്സ് എല്ലാം റിമൂവ് ആയി പോകും എന്നുള്ളതാണ്. പോസിറ്റിവിറ്റി ഉണ്ടാകും. അപ്പോൾ ഈ സമയം പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് എന്തോ ഒരു കാര്യം ഈ സമയം കിട്ടുന്ന ഒരു എനർജിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ അമ്മ വഴി ഉള്ള ഒരു കാര്യമാകാനാണ് സാധ്യത.
അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം ഒരു ഗിഫ്റ്റ് പോലെ നിങ്ങൾക്ക് കിട്ടിയ ഒരു എനർജിയാണ്. പിന്നെ അത് ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്ങും ആയിരിക്കാം. അതായത് മരിച്ചുപോയ ഏതോ ഒരു ആൻസിസ്റ്റർ അവർ വഴി ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. അവർ വഴി ഒരു ബ്ലെസ്സിങ്സ് ഈ സമയം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ചിലപ്പോൾ ഇത് നിങ്ങളുടെ അമ്മയുടെ അമ്മ ആയിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം മറ്റുള്ളവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാകും. അവർക്കൊരു അട്രാക്ഷനൊക്കെ തോന്നും. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നത്തെക്കാട്ടിലും ഒരു പ്രത്യേകത ചിലപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളിൽ തോന്നാം. നിങ്ങളുടെ സംസാര രീതി നല്ലതാണ് എന്നൊക്കെ ചിലപ്പോൾ മറ്റാരെങ്കിലും നിങ്ങളോട് വന്ന് പറയാനൊക്കെ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ അടുക്കൽ ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയം. അപ്പോൾ നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് വരാൻ കുറേ ആളുകൾ ഈ ഒരു സമയം ആഗ്രഹിക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിലുള്ളത്. പാസ്റ്റിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു, അപ്പോൾ അതിനേക്കാളും നിങ്ങൾ ഫിസിക്കലി വളരെയധികം ചേഞ്ച് ആകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഫിസിക്കലി ചേഞ്ച് ആയിട്ടുണ്ടാവാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഈ ഒരു എംപ്രസ് എന്ന് പറയുന്നത് നിങ്ങളിരിക്കുന്നിടത്ത് പൈസ വരുന്ന ഒരു എനർജി കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് അഫർമേഷനൊക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് നിങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ബാലൻസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിളൊക്കെ മാറ്റി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. കുറേ ആൾക്കാർക്ക് ഇതിൽ നിങ്ങളുടെ ബാധ്യതകളൊക്കെ മാറുന്ന ഒരു സമയമാണ്. അതിൽ നിങ്ങൾ എന്താകണമെന്നാണോ ആഗ്രഹിച്ചിരുന്നത് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയിരുന്നുവെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറേ പണനഷ്ടമൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു നഷ്ടമൊക്കെ മാറ്റി ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് ഓൾറെഡി നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. ഇനി ഇങ്ങനെ ആകരുത്, അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ എന്തായിരുന്നോ തീർത്തും ഇനി അങ്ങനെ ആകരുത് എന്നൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ വേണം എന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ഇവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു മെഡിറ്റേഷൻ പോലുള്ള ഒരു കാര്യമാണ് കാണുന്നത്. നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും ഈ സമയം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ കൂളായിട്ട് നിങ്ങൾക്കിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുറേ ആൾക്കാർക്കൊന്ന് ഉറങ്ങണം എന്നൊക്കെ തോന്നുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി നിങ്ങൾക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ചാളുകളുടെ ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒന്ന് റെസ്റ്റ് ആവശ്യമാണ് എന്ന് തോന്നി നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്തെ നിങ്ങളുടെ മണി എനർജി
വളരെ ഹൈ വൈബ്രേഷണൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി വളരെ ഹൈ ആയിരിക്കും. അതിനാൽ തന്നെ പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇതിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരാം. നിങ്ങളെ നേരത്തെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ നൽകുന്നതാവാം. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും നല്ലൊരു എമൗണ്ട് വരാനുള്ളൊരു സാധ്യത ഇതിൽ കാണുന്നുണ്ട്. നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് കുറേ ആൾക്കാർക്കും ഒരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ജോലി ചെയ്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്തു പോകുന്നതാവാം. അപ്പോൾ വളരെ സന്തോഷത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെയും എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.